ഒരു കുടുംബത്തിന് 3 പെൺമക്കളുണ്ട്. ആ പെൺമക്കളെ നല്ലതുപോലെ വളർത്തിയെടുത്തുകൊണ്ട് നല്ല രീതിയിൽ വിവാഹം കഴിച്ചു കൊടുത്താൽ അവന് സ്വർഗമാ. ഒരു സഹാബത്ത് എടുത്ത വാക്കിൽ പെട്ടെന്ന് മറുപടി കേൾക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് 2 പെൺമക്കളാണ്. എന്നാൽ ആ ഭാഗ്യം എനിക്ക് കിട്ടുമോ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത് 3 അല്ല 2 അല്ല, ഒരു പെൺമകളായാലും ശരി തന്നെ നല്ല ദീനിനെ ബോധപ്പെടുത്തുകൊണ്ട് നല്ല ദീനുള്ള വിവാഹം കഴിച്ചു കൊടുത്താൽ അവന് വിജയം ചിന്തിക്കുകയാ. നാളെ പടച്ചവന്റിലേക്ക് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ ഇടയിലുള്ള മതിലെ പണിയെന്ന് നമ്മുടെ ചരിത്രം മനസ്സിലാക്കിയതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണവിടെ തടയാ, ഈ മകളവിടെ കാവലാ. എന്തിനറിയോ? നല്ല രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് നല്ല ജീവിതം കൊടുക്കുക. നിനക്കല്ലാഹു തന്ന റഹ്മത്താ, നിനക്കല്ലാഹു തന്ന ബർക്കത്താ, നിനക്കല്ലാഹു തന്ന നിഅമത്താ. ഒരാൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. പക്ഷേ ഒരു പെൺമകളെ കെട്ടിക്കഴിഞ്ഞാൽ ആ പെൺമകളെ പറ്റി ഒരിക്കലും അല്ലാഹു ചോദ്യം ചെയ്യൂല. മാതാപിതാക്കളോട് ഒരിക്കലും ചോദ്യം ചെയ്യൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് ഇതിൻ്റെതായ പൂർണ്ണമായ മഹത്വം. ഇന്ന് പെൺമക്കൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത പ്രയാസമാണ്. എന്തിനാണ് പ്രയാസം? അതിനെപ്പറ്റി തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അതിനെപ്പറ്റി തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു